ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നിലവിൽ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നമാണല്ലോ ഈ CJP ഉയർത്തുന്ന പ്രതിഷേധം എന്ന് പറയുന്നത്. അത് BJPയെ വലിയ രീതിയിൽ അപകടത്തിലാഴ്ക്കുന്നു. ഇതിലൊന്നും പക്ഷേ രാഹുൽ ഗാന്ധിക്ക് പങ്കില്ല. സോനം വാങ്ചുക്കിനും അഭിജിത്ത് ദീപ്കേക്കും അവർ രൂപപ്പെടുത്തിയ വലിയ ഒരു അണികൾ, അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്ത വിശ്വസിച്ച യുവാക്കൾ, ഇവർക്കൊക്കെയാണ് ഇതിൽ പങ്കെന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി ആദ്യഘട്ടത്തിൽ ഇവരെ പിന്തുണയ്ക്കാൻ പോലും തയ്യാറായില്ല. കാരണം അദ്ദേഹത്തിന് വലിയ ഭയമുണ്ടായിരുന്നു. കാരണം ഇവര് ഇങ്ങനെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാണ് എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. യഥാർത്ഥത്തിൽ എന്തിനാണ് രാഹുൽ ഗാന്ധി എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി? രാജ്യത്ത് വളരെ ഗൗരവമുള്ളൊരു വിഷയം വരുമ്പോഴേ അത് കണ്ടെത്താനും അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനും കഴിയുന്നവരാണ് രാഷ്ട്രീയത്തിൽ നേട്ടങ്ങളുണ്ടാക്കുന്നത്. ഈ വിഷയത്തിൽ രാജീവ് ഗാന്ധിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഡൽഹിയിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ പാർലമെൻറ്റ് മൺസൂൺ സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. അതിൽ പ്രധാന വിഷയമായിട്ട് അവതരിപ്പിക്കാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിച്ചിരുന്നത് രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട കൊള്ളയാണ്. അവിടുത്തെ സംഭാവന കൊള്ള, അയോധ്യയിലെ സംഭാവന കൊള്ളയാണ് പ്രധാനപ്പെട്ട വിഷയം എന്നാണ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരുന്നത്. അത് ശരിയുമാണ്. പക്ഷേ അതിനിടയിൽ പെട്ടെന്ന് പെടുന്നനെ രൂപപ്പെട്ടു വന്നതാണ് പാർലമെൻറ്റിന് മുന്നിലെ സമരം. അപ്പോൾ എന്ത് വേണം? അതിനെ അഭിസംബോധന ചെയ്യാനോ അതിലേക്ക് എടുത്തു ചാടുകയോ അതിനെ ശക്തിപ്പെടുത്തുകയോ ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് രാഷ്ട്രീയമായിട്ട് രാഹുൽ ഗാന്ധി എത്തിച്ചേരേണ്ട അത് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മാത്രമല്ല, പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചത് തന്നെ ഘടകകക്ഷികളെല്ലാം ശക്തമായിട്ട് ആവശ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ്. ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടപ്പോൾ ഈ രണ്ട് വിഷയം ഒരുമിച്ച് അവതരിപ്പിക്കാം, ആദ്യം വിദ്യാർത്ഥികളുടെ പ്രശ്നം അവതരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആണ് ആ വിഷയം അദ്ദേഹം ടേക്കപ്പ് ചെയ്യുന്നതെന്ന്. അവിടെ ശരിക്കും ഒരു പൊളിറ്റിക്കൽ കരിസ്മ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. കാരണം ഇത് ആരും പറയേണ്ട, അദ്ദേഹമാണ് മറ്റുള്ളവരുടെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്. നമുക്ക് ഈ വിഷയമാണ് ഏറ്റവും ഗൗരവമേറിയ വിഷയം. കാരണം നിരവധി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുകയും നിരവധി കുടുംബങ്ങൾ, എനിക്കൊന്ന് ലക്ഷക്കണക്കിന് 22-23 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അവരൊക്കെ അഫക്റ്റഡ് പാർട്ടീസാണ് ഇതിനകത്ത്. അപ്പോൾ അത്രയും ആളുകൾ, അത്രയും ലക്ഷം വിദ്യാർത്ഥികൾ അവരുടെ ജീവിതത്തെ ബാധിച്ചൊരു പ്രശ്നമാണ് നീറ്റ് പരീക്ഷയിലെ അഴിമതി എന്നുള്ളത്. അതിൻ്റെ ഗൗരവത്തിൽ എന്തുകൊണ്ട് എടുത്തൂടെ? ഇവരിവിടെ സമരം നടത്തുന്ന സമയത്ത് തന്നെയല്ല കോൺഗ്രസിനെതിരെ രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭമാക്കി മാറ്റാമായിരുന്നു. അവർക്ക് പറയാമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ളത്. എന്താണ് അവർ പറയാമായിരുന്നത്? എന്തുകൊണ്ട് ആ സമരത്തെ ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല? അവിടെയാണ് രാഷ്ട്രീയമായിട്ടുള്ളൊരു കാലിബറിൻ്റെ, ഒരു കപ്പാസിറ്റിയുടെ പോരായ്മ നമ്മൾ കാണാം. ഒരു സർക്കാരിനെതിരെ അതിശക്തമായിട്ട് ആഞ്ഞടിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്, പ്രതിപക്ഷം ഒരു ഇരമ്പമായിട്ട് മാറുകയുള്ളൂ. അങ്ങനെ മാറ്റുന്ന ഒരു സ്വഭാവ സവിശേഷത രാഹുൽ ഗാന്ധിക്കില്ല എന്ന് പല ഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന്, രാഷ്ട്രീയ സ്ഥിരത. ഒരാൾ രാഷ്ട്രീയത്തിൽ നേതാവായി പ്രവർത്തിക്കുന്ന സമയത്ത് രാത്രിയും പകലുമില്ലാതെ മുഴുവൻ നേരവും, ദിവസത്തിൽ 24 മണിക്കൂറിന് 24 മണിക്കൂറും അയാൾ ആക്ടിവേറ്റ് ആയിരിക്കണം. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ആ ആക്ടിവേഷൻ ഇല്ല. അയാൾ ചിലപ്പോൾ ഒരു മാസമൊക്കെ എന്ത് ചെയ്യും, രാഷ്ട്രീയ രംഗത്ത് നിന്ന് അപ്രത്യക്ഷമായിക്കളെ, എവിടെയെങ്കിലുമൊക്കെ പോകും അയാൾ. അങ്ങനെ പോകുന്നവരെ അമേച്ചർ പൊളിറ്റീഷ്യൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി അമേച്ചർ പൊളിറ്റീഷ്യനാണ്. അമേച്ചർ പൊളിറ്റീഷ്യൻ ഒരിക്കൽ പോലും ഒരു ശക്തമായ, വളരെ സംഘടിത സ്വഭാവമുള്ള ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഒരു രാഷ്ട്രീയ ശക്തിയായി മാറാൻ കഴിയില്ല. അതാണ് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പോരായ്മ. അത് മാറ്റാൻ അദ്ദേഹത്തിന് ഒന്ന്, ഡൈനാസ്റ്റി പൊളിറ്റിക്സാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയും. അതേസമയത്ത് നമ്മൾ കോൺഗ്രസിനെ പരിശോധിച്ചാൽ ആ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് തന്നെയാണ് അതിന് ശക്തി. നെഹ്റു, അതെ, ഒരു സമയത്ത് അതതിൻ്റെ ശക്തിയാണ്, മറ്റൊരു വയസ്സ് അതിൻ്റെ ദൗർബല്യമാണ്. കാരണം കോൺഗ്രസിനെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു ശക്തി എന്ന് പറയുന്നതാണ് ഈ നെഹ്റു കുടുംബം എന്ന് പറയുന്ന സാധനം.
ഗാന്ധി കുടുംബം എന്ന് വേറെ പേരിൽ പറയും. അപ്പോൾ ഈ നെഹ്റു കുടുംബമാണ് ഡൈനാസ്റ്റി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ്. അത് മാറണം. അത് മാറിയാൽ മാത്രമാണ് വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് കടന്നു വരിക. ഇതങ്ങനെ ആർക്കും കടന്നു വരാൻ പറ്റുന്നില്ല. ഈ കുടുംബത്തിൽപ്പെട്ട ആളുകൾ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, ഇവർ പറയുന്നതൊക്കെ കേൾക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ അകത്ത് നേതാവായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അവർ അടിമ മനസ്സുള്ളവന് മാത്രമാണ് അതിൻ്റെ അകത്ത് നേതാവായിട്ട് നിൽക്കാൻ. അതുകൊണ്ട് ആരും വരില്ല. അതുകൊണ്ടാണ് ആരും കടന്നേലാത്തത്. എത്ര പ്രഗത്ഭരായിട്ടുള്ള മനുഷ്യരുണ്ട് കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറായിട്ട്. അവരവസാനം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവരുമായിട്ട് തല്ലുപിടിച്ചു പോയിട്ട് BJP ചേർന്ന് BJPയുടെ പ്രമുഖരായ നേതാക്കളെ അല്ല രാഹുൽ ഹേമന്ത് വിശ്വ ശർമ്മയുടെയൊക്കെ സ്ഥിതി അതല്ലേ നമുക്കറിയാവുന്ന കാര്യമാണ്. രാഹുൽ വന്നതിന് ശേഷം അതാണല്ലോ സംഭവിച്ചിട്ടുള്ളത്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അങ്ങനെ പോയാൽ പ്രതിപക്ഷത്തിന് അധികാരത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് രാമേന്ദ്ര ഗുഹയെ പോലെയുള്ള ആളുകൾ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് രാഹുൽ ഗാന്ധിയിൽ വലിയ പ്രതീക്ഷയില്ലാത്തത്. ആരാണപ്പം പ്രതിപക്ഷത്ത് പ്രതീക്ഷ നൽകുന്നത്? ആരും പ്രതിപക്ഷത്ത് പ്രതീക്ഷ നൽകുന്നില്ല. ഒന്ന്, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികളുടെ കൂട്ടായ്മയാണ്. കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ എല്ലായിടത്തുമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. ആ കോൺഗ്രസ്സിന് അധികാരമുള്ള സ്ഥലം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിനെ മറ്റുള്ളവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനായിട്ടുള്ള കരുത്ത് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എപ്പോഴും പവർ പൊളിറ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പവർ ഇല്ലെങ്കിൽ അവർക്ക് പണം കിട്ടില്ല, അനുയായികളെ കിട്ടില്ല, നേതാക്കളെ കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അതിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയും ചെയ്യില്ല. ഇത് പരസ്പരം ഒരു സഹകരണാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. നിങ്ങൾക്ക് നല്ല നേതാവ് വേണം, ആ നേതാവിന് ഇരിക്കാൻ കസേര കിട്ടണം. നിങ്ങൾക്ക് പണം വേണോ, പണം തരുന്ന ആളുകൾക്ക് ഈ പ്രസ്ഥാനത്തെ കൊണ്ട് ഗുണമുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന് എങ്ങനെയാണ് നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. 2029 നമ്മൾ എന്തൊക്കെ നിലവിൽ ഒരുപാട് പരാതികൾ നേരിടുന്നുണ്ട്. രാമക്ഷേത്ര കൊള്ള ഒന്നാണ്, അതേപോലെ നീറ്റ് ചോദ്യപേപ്പർ ലീക്ക് ഒന്നാണ്, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഇരിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ 29 അല്ലെങ്കിൽ അടുത്ത ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ BJPയെ കടപുഴക്കി എറിയാൻ മാത്രം പ്രാപ്തിയുള്ളതാണോ? ഈ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ ഇതെല്ലാം പ്രതിഫലിച്ചാൽ BJP പരാജയപ്പെട്ടു. കാരണം അയോധ്യ കൊള്ള എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അടിത്തറ ഇളക്കി തകർത്തൊരു സംവിധാനം. BJP ഇന്ത്യയിൽ വേരുറക്കുന്നത് രഥയാത്രയിലൂടെയാണ്. ആ രഥയാത്ര എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ തറയിൽ കെട്ടിപ്പടുത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതിഭാസമായി. ആ വിശ്വാസത്തെയാണ് സമ്പൂർണ്ണമായിട്ട് സംഘപരിവാർ സംഘം കൊള്ളയടിച്ച്. BJPയെ തന്നെ കൊള്ളയടിച്ചതാണ് അയോധ്യ സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് അയോധ്യയിലെ ആളുകളുടെ മുന്നിൽ എങ്ങനെ BJP തലയുയർത്തി നിൽക്കും? അവിടെ പരാജയപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പരാജയം ഒരു കക്ഷിയെ മാത്രം ആശ്രയിച്ചല്ല നിൽക്കുന്നത്. അതിന് പകരം വരാൻ പറ്റുന്ന തരത്തിലേക്ക് മറ്റ് കക്ഷികൾ, പ്രതിപക്ഷ കക്ഷികൾ പ്രാപ്തരായാൽ മാത്രമാണ് BJPയുടെ ഈ ദൗർബല്യം, BJPയുടെ ഈ കൊള്ള BJPയെ തകർത്ത് തരിപ്പണമാക്കുകയുള്ളൂ. അല്ലെങ്കിൽ BJPക്ക് വലിയ പരിക്കുന്നുണ്ടാവില്ല. അല്ല, അതിന് പ്രാപ്തി രാഹുൽ ഗാന്ധിക്ക് ഇല്ലാന്നാണ് മാഷ് പറയുന്നത്. അല്ല, രാഹുൽ ഗാന്ധിയുടെ മാത്രം പ്രശ്നമല്ല. ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൻ്റെ നേതൃനിലത്തിലേക്ക്, ആ തലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് അഖിലേഷ് യാദവ് അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടല്ലോ. അവർ പ്രാപ്തരായി കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ BJP പരാജയപ്പെടുക. കഴിഞ്ഞ തവണ വലിയ പരാജയമാണ് നേരിട്ടത് ഉത്തർപ്രദേശിൽ. അവിശ്വസനീയമായിട്ടുള്ള പരാജയമാണ് BJPക്ക് നേരിട്ട്. ശരിയാണ്. അത് ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത ഇപ്പോൾ വർദ്ധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അയോധ്യ ഇരിക്കുന്ന പ്രദേശത്ത് അവർ തോറ്റുപോയി. പിന്നെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയ സാധ്യത പരാജയത്തിനുള്ളത് BJPക്ക് ഉത്തർപ്രദേശ് കാത്തുവച്ചിട്ടുണ്ട്. വാരണാസിയിൽ മോദിയെ അവർ ഏതാണ്ട് മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തോൽക്കാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് കഴിയേണ്ടത് ആവശ്യമാണ്.
അതാണ് അദ്ദേഹമായിട്ടുള്ള ഇപ്പോഴുള്ള ഒരു വലിയ പരാതി എന്ന് പറയുന്നത്. അതെ, ജനങ്ങളുടെ നേതാവാണ്, ഒരു വലിയൊരു തീ ഉണർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, അതൊരു പ്രശ്നമാണ്. അതൊരു ഒരു മാനുഫാക്ചർ ഡിഫക്റ്റാണ്. അത് പരിഹരിക്കപ്പെട്ടാൽ മാത്രമാണ് കോൺഗ്രസ് രക്ഷപ്പെടുക.